പത്മജ കോൺഗ്രസിലുണ്ടായിരുന്നെങ്കിലും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വിജയം ഉറപ്പായിരുന്നു. പക്ഷേ പത്മജ പാർട്ടിയിൽ നിന്ന് പോകുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് തുറന്നു പറയുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ജയിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് 75,000 വോട്ടിനുമേൽ ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അതിനാൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ BJPയുടെ മുന്നേറ്റം തന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു എന്നാണ് മുരളീധരൻ പറയുന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ തൃശൂരിൽ നിൽക്കേണ്ടി വരുമെന്ന് പാർട്ടി വിടും മുമ്പ് തന്നെ പത്മജ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും മുരളീധരൻ പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പത്മജ പാർട്ടി വിടുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർട്ടി വിടുന്നതിന് മുൻപ് തൃശൂരിൽ എന്നെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പത്മജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്കെതിരായിട്ടാണ് നിൽക്കുന്നതെന്നും പത്മജ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ഇല്ലെന്നാണ് അന്ന് പത്മജയോട് പറഞ്ഞിരുന്നത്. വടകരയിൽ ഞാൻ സേഫാണ്, അപ്പോൾ തൃശൂരിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. സംഘടനാ സംവിധാനം തകർന്നിരിക്കുകയാണ്, അങ്ങോട്ട് പോയാൽ അപകടമായിരിക്കുമെന്നും പത്മജ പറഞ്ഞിരുന്നു. ആ സമയത്താണ് പത്മജ തന്നെ പാർട്ടി വിട്ടു പോകുന്നത്. പാർട്ടി വിട്ടു പോകുമെന്ന് പത്മജ ഒരിക്കലും തന്നോട് പറഞ്ഞിരുന്നില്ല. ചില ന്യൂസുകൾ കണ്ടാണ് താനത് അറിഞ്ഞതും. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പത്മജ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. BJPയിലേക്ക് പത്മജ പോയില്ലായിരുന്നെങ്കിൽ തൃശൂരിലേക്ക് തനിക്കും പോകേണ്ടി വരില്ലായിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. സോണിയാഗാന്ധിയുമായി അച്ഛന് പണ്ടൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അല്ലാതെ അച്ഛൻ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി വിടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. മാത്രമല്ല, BJPയിലേക്ക് ഇങ്ങനൊരു അടിയൊഴുക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. കേരളത്തിന്റെ പശ്ചാത്തലം എന്തെന്നാൽ, ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഭൂരിപക്ഷമാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഒരിക്കലും കേരളത്തിൽ താമര വിരിയാൻ അനുവദിക്കില്ല. അതിൽ വന്ന ഒരു വിഭജനമാണ് സത്യം പറഞ്ഞാൽ ലോകത്തിൽ താമര വിരിയാൻ കാരണമായത് തന്നെ. അതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങളുമുണ്ടായി. എല്ലാ കാലത്തും LDFനൊപ്പം നിന്ന പിന്നോക്ക സമുദായത്തിന്റെ വോട്ടുകളിലും ഒരു ഭിന്നിപ്പുണ്ടായി. ആലപ്പുഴയിൽ BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടി. ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ CPMൽ ഇന്ന് ഏറ്റവും വിഭാഗീയത ഉള്ള ജില്ലയാണ്. ഗൗരിയമ്മ പോയപ്പോൾ പോലും ഇല്ലാതിരുന്ന ഒരു വിഭാഗീയത ഇന്ന് CPMനുള്ളിലുണ്ട്. അതിന്റെ നോട്ടം കിട്ടിയത് BJPക്കാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ UDF ജയിച്ചു. KC വേണുഗോപാലിന് ആലപ്പുഴയിലുള്ള ബന്ധം നോക്കിയാൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കേണ്ടതാണ്. പക്ഷേ വലിയൊരു ഒഴുക്ക് തന്നെ BJPയിലേക്കുണ്ടായി. 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടാണ് ശോഭാ സുരേന്ദ്രന് ലഭിച്ചത്. അതും കേരളത്തിൽ താമര വിരിയുന്നതിന് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുരളീധരൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.